ഹായ്, നമ്മൾ ബ്ലൗസിൻ്റെ കൈ വെട്ടുമ്പോൾ തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെയാണ് മടക്കി വയ്ക്കുന്നത്. അതായത് നമ്മൾ ഫോൾഡഡ് ഏരിയ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഇത് എത്രയാണോ നമുക്ക് കയ്യിന് വേണ്ടത് അത് മാത്രം മടക്കി വയ്ക്കുകയാണ്. നമ്മളിതുപോലെ അളവിനുള്ള ബ്ലൗസ് വെച്ചിട്ട് കൈ മടക്കി അടിക്കാനുള്ള തുണി താഴത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് വരച്ചെടുക്കുകയാണ്. കൈയിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട്. കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ട്രിക്ക് ഒരു ഇഞ്ചൊക്കെ ഇങ്ങോട്ട് മാറി അതിനൊന്ന് നീക്കി വയ്ക്കുകയാണ്. ഇതുപോലെ 1 ഇഞ്ച് നീല് ഇങ്ങനെ മടക്കിയിട്ട് നീക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബാലൻസ് കാണുന്ന ആ പീസിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ രണ്ടും ഒരുപോലെ കിട്ടും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തടിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത്ര കുറച്ച് കൈക്കുഴി വെട്ടിക്കളഞ്ഞാൽ മതി. തടി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ 1 ഇഞ്ച് നീക്കി വയ്ക്കുന്നത് 1.5 ഇഞ്ചൊക്കെ നീക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് നല്ലോണം ഇപ്പോൾ ബാലൻസ് ഉള്ള പീസ് നമുക്ക് ഇതുപോലെ കിട്ടും. 2 പീസായിട്ടല്ല 1 പീസായിട്ട് ഇങ്ങനെ കിട്ടും. നമുക്ക് കട്ടിങ്ങിനുള്ള പീസ് എടുക്കാം. പിന്നെ നമുക്ക് കഴുത്തടയ്ക്കാനുള്ള ക്രോസ് പീസ് അത് ഇതുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കൈ വെട്ടുമ്പോൾ മടക്കണ രീതി ശരിയല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നിച്ചുള്ള പീസ് കിട്ടില്ല. നമുക്ക് 1 ഇഞ്ചുള്ള ക്രോസ് പീസ് നല്ല വലിയ പീസ് തന്നെ നമുക്ക് ഇതുമൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും.